ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ആക്ച്വലി UK വന്നിട്ട് അങ്ങനെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും ഇതുവരെ മേടിച്ചില്ല. ഇന്നാണ് മെയിനായിട്ട് മേടിക്കാൻ പോയത്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ വെറുതെ പൈസ കളയണ്ടല്ലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇൻ ദ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഷോനാലിയ ബാബു. ഞാനിപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ UK വന്നേക്കാണ്. ഇവിടെ വന്നിട്ട് 1 മന്ത് ആയിട്ടേ ഉള്ളൂ. ഞാനൊരു കാർഡിയക് ഫിസിയോളജിസ്റ്റ് ആയിട്ട് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. സോ യാ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട് ആൻഡ് ദാറ്റ്സ് ഫ്രം സൂപ്പർ ഡ്രഗ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏത് കാണിക്കണം എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ്. ഇത് റിവൈറ്റ ലിഫ്റ്റിൻ്റെ 5% പ്യുവർ ഗൈക്കോളിക് ആസിഡ് പീലിംഗ് ടോണറാണ്. സോ ഇതിൽ 30 സെക്കൻഡിൽ ഗ്ലോയിങ് സ്കിന്നൊക്കെ വരുന്നതാണ് എഴുതിയേക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അയ്യോ, ഞാൻ എൻ്റെ മുഖത്ത് ഇപ്പം ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് സൺസ്ക്രീനും കണ്ണും എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ഡയറക്റ്റ് ഇട്ടത്. മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ സ്കിൻ കെയർ ഇടത്തില്ല. യാ, ഒരു കൈൻഡ് ഓഫ് ഗ്ലോ ശരിക്കും ഉണ്ട് കേട്ടോ. കണ്ടോ? ആൻഡ് ഇവിടെ ഇപ്പം സമയം രാത്രി 10 മണിയായി. നല്ല വെളിച്ചമുണ്ട് പുറത്ത്. ഓക്കെ, ഇതൊരു ഗുഡ് പ്രൊഡക്റ്റായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ആക്ച്വലി ഇത് വിചാരിച്ചത് മറ്റേ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അല്ല, ഫ്രേഗ്രൻസ് ഒന്നുമില്ല. കൊള്ളാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കൺസീലറാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം എൻ്റെ ഷെയ്ഡ് വേറെ ആയിപ്പോയി. സോ ഇത്തവണ ഞാൻ ഷെയ്ഡ് ഇട്ട് നോക്കി, സ്വാച്ച് ചെയ്ത് നോക്കിയിട്ട് മേടിച്ചതാണ്. ഇത് മേബ്ലിൻ്റെ കൺസീലറാണ്. ഇതും ഒരു ഗുഡ് പ്രൊഡക്റ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ആൻഡ് എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഡാർക്ക് സർക്കിൾ ഉണ്ട്. അത് മെയിനായിട്ട് ഉറങ്ങാഞ്ഞിട്ടോ അങ്ങനൊന്നുമല്ല, എനിക്ക് കൊച്ചിലേ തൊട്ടേ ഉള്ളതാണ്. സോ എന്നെ കാണുന്നവരൊക്കെ ചോദിക്കും, ഉറങ്ങിയിട്ടില്ലേ, രാത്രി കരയുമായിരുന്നോ, അങ്ങനെയൊക്കെ ചോദിക്കും. ബട്ട് ആദ്യമേ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നു. ബട്ട് ലേറ്റർ നമുക്കതിലൊന്നും ചെയ്യാനില്ല. കാരണം ഐ ഹാവ് ട്രൈഡ് എവ്രിതിങ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല. സോ മേക്കപ്പ് കൊണ്ട് കൺസീൽ ചെയ്യുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അതിൽ. ഓക്കെ, ഞാൻ അങ്ങനെ ഫൈനലി അത് ഓപ്പൺ ചെയ്തു. ഇങ്ങനൊരു ഫോമാണ്. നാട്ടിലുള്ള എല്ലാവരും കണ്ടിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെയാണ്. ഇങ്ങനെ കറക്കി കൊടുക്കണം പ്ലീസ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്ന് പ്രൊഡക്റ്റ് വരും. മര്യാദയ്ക്ക് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ അതെൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓൾറൈറ്റ്, അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ഡ്രൈ ഷാമ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നാട്ടിൽ വെച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതെനിക്ക് ആരും ഗിഫ്റ്റ് തന്നതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ഹെയർ വാഷ് എന്ന് പറയുന്നത് ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് ചെയ്യുന്നത്. കാരണം വെള്ളം അത്ര ഗുഡല്ല. കാരണം ക്ലോറിനൊക്കെ ഉള്ള വെള്ളമാണ്. ഓൾറെഡി എനിക്ക് ഹെയർ ഫോൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് എൻ്റെ ഹെയർ അത്രയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു. ഇപ്പം ഹെയർ ഗ്രോത്ത് എന്ന് പറയാൻ അത്യാവശ്യം വരുന്നുണ്ട്. സോ എനിക്കിനി അതിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹെഡ് ബാത്ത് ഞാൻ അങ്ങനെ ട്വൈസ് എ വീക്കേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഇത് ഡ്രൈ ഷാമ്പു ആണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് അടിച്ചു നോക്കാം അല്ലേ. അയ്യോ, ഭയങ്കര സൗണ്ട് ആക്ച്വലി ഇതിന്. നമ്മളത്രയും അടുത്ത് വെച്ച് അടിക്കരുതെന്ന് തോന്നുന്നു. ഓ, ഇറ്റ്സ് കൊള്ളാം കേട്ടോ. നല്ല മണമുണ്ട് ഇതിന്. കുറച്ചിങ്ങനെ വോളിമൈസ്ഡ് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കുളിച്ച ഫീലൊക്കെ ഉണ്ട്.
അതാണ് എൻ്റെ മറ്റേ ഗ്ലൈക്കോളിക് ആസിഡ് കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ സ്കിൻ കെയർ സൂപ്പർ ഡ്രഗിൻ്റെ ആണ്, ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് ആണ് കേട്ടോ. സോ ഇത് എനിക്കറിയില്ല ഇനി ഇതെല്ലാം കൂടെ അടിച്ചിട്ട് വല്ല റിയാക്ഷൻ ഉണ്ടാവുമെന്ന്. കാരണം എൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് പിമ്പിൾ സ്കിൻ അല്ല. പക്ഷേ ഞാൻ UK വന്നതിന് ശേഷം ഇന്നേവരെ ജീവിതത്തിൽ വരാത്ത കുരുവൊക്കെ എൻ്റെ ഈ മുഖത്ത് 2 സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. അല്ലാത്ത സമയം കണ്ട് ഇന്ന് വന്നതാണിത്. എനിക്കങ്ങനെ വരാറേ ഇല്ല. ലൈക്ക് ഈവൻ നമ്മളൊരു കുറേ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിമ്പിൾസ് വരില്ല, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ ഇല്ല. ബട്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറേ ചെയ്യുന്നുള്ളൂ. ഞാൻ നാട്ടിൽ ചെയ്തതിൻ്റെ പകുതി പോലും ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ബട്ട് എന്നിരുന്നാൽ പോലും സ്കിന്ന് ഭയങ്കരമായിട്ട് എന്താ പെട്ടെന്ന് ടാൻ ആവുന്നുണ്ട്. കാരണം എപ്പോഴും ബീച്ചിൽ പോകുന്നുണ്ട്. മേ ബി അതൊക്കെ ആയിരിക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. സോ ഇതും മേബ്ലിൻ്റെ തന്നെയാണ്. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നോക്കി എന്നിട്ട് ക്യൂട്ടാണ് നോക്ക്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതിന് അത്യാവശ്യം കുറച്ച് പൈസ ആയി. ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു, ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കുറച്ചൊരു ന്യൂഡ് ഷെയ്ഡാണ്, ഒരു പിങ്കിഷ് റോസ് അങ്ങനത്തെ ഒരു ടച്ച് വരുന്ന ഒരു ഷെയ്ഡാണ്. ഞാനിത് മേടിച്ചതെന്ന് വെച്ചാൽ മെയിനായിട്ട് എൻ്റെ നമുക്ക് ബ്ലഷ് ഇട്ടിടാം കേട്ടോ. കണ്ടോ, ഇത് മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡ് സിബിനുണ്ടല്ലോ, ഡാർക്ക് ലിപ്സ്റ്റിക്കിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം അവന് ന്യൂഡ്സാണ്. അപ്പം ന്യൂഡ് ഷെയ്ഡ്സ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയും, നിനക്ക് ന്യൂഡ് ഷെയ്ഡ് ഇട്ടുകൂടെ, അത് നല്ലോണം ചേരില്ലേ നിനക്ക്. മെയിൻലി ഇത്തിരി ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് അധികം ന്യൂഡ് ചേരില്ല, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ചേരുക. സോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇടാത്തത്. ബട്ട് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ആൻഡ് കുറച്ചിട്ടാൽ മതി, കൂടുതലിട്ടാൽ ഞാൻ കുറച്ച് വാഷ്ഡ് ഔട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഷെയ്ഡും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ഈസ് ഫോർ സിബിൻ സണ്ണി. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓർഡിനറീൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറാണ്. ഇതെല്ലാവർക്കും അറിയുന്ന സാധനമാണ്. എന്നിരുന്നാൽ കൂടി ഞാൻ ഒന്നും കൂടെയും പറയാം. ഇതൊരു ഡെയിലി AH ടോണർ ടു ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചർ, ടോൺ ആൻഡ് ലൂമിനോസിറ്റി. ഓക്കെ, ഇതിന് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് കുറേ റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിക്കണം എന്ന് ഓർത്തിരുന്നൊരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ കൈമുട്ടിൽ, മുഖത്തിടാം, ഈവൻ നമ്മുടെ ഡ്രൈ സ്കാൽപ്പിലിടാം. ബാക്ക് ആക്നി ഉണ്ടെങ്കിൽ അവിടെ, സ്ട്രോബെറി സ്കിൻ, അതായത് ഹിറ്റോപലാറിസ് അങ്ങനെയാണ് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നത്, സ്ട്രോബെറി സ്കിൻ ഉള്ളവർക്ക് അവിടെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഫേസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിനായിട്ട് ഇത് ഈവനിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ രാത്രി മിക്കപ്പോഴും ഒരു 7 മണി 8 മണിക്ക് കുളിച്ച് കഴിഞ്ഞാലും ഞാൻ ആ ടൈമിലാണ് ഇത് യൂസ് ചെയ്യാറ്. സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. കാരണം ഞാൻ കുറേ എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയണമല്ലോ. സോ അതാണത്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇതൊരു സ്പ്രേ ബോട്ടിലാണ് ഗൈസ്. ചെടിക്ക് വെള്ളം അടിക്കുന്നതാണ്. ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ ചുമ്മാ മേടിച്ചതാണ്. പിന്നെ ഇത് നിവ്യേൻ്റെ പേൾ ആൻഡ് ബ്യൂട്ടീൻ്റെ ഒരു അണ്ടർ ആം റോൾ ഓൺ ആണ്. ഇത് അത്യാവശ്യം എനിക്ക് ഒരിച്ചിരി പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഇപ്പോൾ. അപ്പം ഇത് നല്ല സ്മെല്ലാണ് ആക്ച്വലി. 24 hours വരെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ കൈയിൻ്റെ അവിടെ എനിക്ക് ആക്ച്വലി ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് അവിടെ അങ്ങനെ ഷേവ് ചെയ്യാൻ പറ്റില്ല. സോ അത്രയും ഞാൻ കൂടെ അവിടെ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പുറത്തെ കൈയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം അതാണ് നിവ്യേൻ്റെ പേൾ ആൻഡ് ബ്യൂട്ടി അണ്ടർ ആം റോൾ ഓൺ. ഇതും അത്യാവശ്യം നല്ലതാണ്. ബട്ട് ഞാൻ വിഷ് കെയറിൻ്റെ ഒരു അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ അതിനൊരു 10 on 10 കൊടുക്കും. കാരണം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് വിസിബിൾ റിസൾട്ട്സ് കിട്ടിയൊരു പ്രൊഡക്റ്റാണ് ആ വിഷ് കെയറിൻ്റെ
അണ്ടർ ആം റോളർ. ട്രസ്റ്റ് മീ ഗൈസ്, ട്രസ്റ്റ് മീ. കാരണം ഞാൻ നോർമലി ഇങ്ങനെ റേസറും കൊണ്ട് ഷേവ് ആണ് ചെയ്യാറ്. ബട്ട് ഒരു തവണ ഞങ്ങൾ വാക്സിൻ ചെയ്തു, ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള ആദി, ഞങ്ങൾ രണ്ടുകൂടെ ഇരുന്ന് അത് വാക്സ് ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ബ്ലഡൊക്കെ വന്നു. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് പിഗ്മെൻറ്റഡ് ആയി, കുറച്ച് ഡാർക്കായി. എനിക്ക് അധികം അത്ര പിഗ്മെൻറ്റേഷൻ ഉള്ള അണ്ടർആം അല്ല. അപ്പം അത് ചെയ്തതിന് ശേഷം കുറച്ച് പിഗ്മെൻറ്റഡ് ആയി. അതിന് ശേഷം കുറേ നാൾ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അധികം സ്ലീവ്ലെസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഷേവ് ചെയ്യാറില്ല. അപ്പം നാട്ടിൽ ചെന്നപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ആൻഡ് നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല പിഗ്മെൻറ്റേഷൻ പോകുന്നുണ്ട്. സോ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു റെറ്റിനോൾ ഷീറ്റ് മാസ്ക് ആണ്. ഇതൊരു ഷീറ്റ് മാസ്ക് ആണ്. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ അണ്ടർ ഐ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കും പിന്നെ ഏജിങ് കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഇതാണ് റെറ്റിനോളിൻ്റെ സിറം ഒക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ ഡെയിലി ആക്ച്വലി യൂസ് ചെയ്തുകൂടെ. റെറ്റിനോളിൻ്റെ സിറമാണ്. വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് റെറ്റിനോൾ. സോ ഇതൊരു വൺ ടൈം യൂസിനുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ്. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നെയിൽ പോളിഷ് റിമൂവറാണ്. ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി ഒരു നെയിൽ പോളിഷ് റിമൂവർ മേടിച്ചു. ബട്ട് അത് റിമൂവ് ചെയ്തപ്പം ആ നെയിൽ പോളിഷിൻ്റെ ടിൻറ്റ് അവിടെ ലാസ്റ്റ് നിൽക്കുന്നുണ്ട്. അപ്പം അത് യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. അതാണ് എനിക്ക് ഒത്തിരി ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇതൊരെണ്ണം സൂപ്പർ ഡ്രഗിൻ്റെ ഒരെണ്ണം മേടിച്ചതാണ്. യൂസ് ചെയ്തിട്ട് നോക്കാം. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഈ ഒരു ഹെഡ് ബാൻഡാണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം ഇങ്ങനെ ഹെഡ് ബാൻഡൊക്കെ ഇട്ട് കയ്യിൽ മറ്റേ സാധനമൊക്കെ ഇട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. സോ അതിന് ഞാൻ മേടിച്ചതാണ് ഈ ഒരു സാധനം. എനിക്കറിയില്ല അത് എത്രത്തോളം നല്ലതായിരിക്കും എന്ന്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു സെൻറ്റഡ് ക്യാൻഡിലാണ്. എനിക്ക് സെൻറ്റഡ് ക്യാൻഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം റീസെൻ്റ്ലി ഇവിടെ ഒരു സെൻറ്റഡ് ക്യാൻഡിൽ ഉണ്ട്. അത് ട്രോപ്പിക്കൽ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവറാണ്. അത് ഞാൻ മെയിനായിട്ട് ഹോളിൽ കത്തിച്ച് വെക്കും. ബട്ട് ഇന്നലെ ഞാൻ 2 ദിവസം മുന്നേ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കൊണ്ടുവച്ചിട്ട് നൈസ് ഒരു പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കുളിച്ചപ്പോൾ ഉണ്ടല്ലോ, എന്നാ പോസിറ്റിവിറ്റി ആയിരുന്നറിയോ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. സോ ഞാൻ അതിൻ്റെ ഒരു വാനിലേൻ്റെ ഒരെണ്ണം, അടിപൊളി. ഇത് ഞാൻ എക്സൈറ്റഡ് ആണ് ഇന്ന് കുളിക്കുമ്പം കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത് അടിപൊളിയാണ്. പിന്നെ ഒന്നുമില്ല, അതിൻ്റെ തന്നെ ക്യാൻഡിലിൻ്റെ ഒരു ലൈറ്ററും മേടിച്ചിട്ടുണ്ട്. സോ അപ്പം ഇത്രയായിരുന്നു നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് പർച്ചേസ് എന്ന് വേണമെങ്കിൽ പറയാം സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അല്ലാതെ മേടിക്കലുണ്ട്. സോ I hope you guys enjoyed my video. If you guys are new here, once again welcome. Subscribe ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് ഇടുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, സജഷൻസ് പറയാം. ബട്ട് അധികം നെഗറ്റീവ് പറയല്ലേ. കാരണം നിങ്ങളാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കമൻ്റ് ഇടുക. എനിക്ക് കുറേ ഞാൻ നോട്ടീസ് ചെയ്തു, യൂട്യൂബ് ഷോർട്സ് ഇടുമ്പോഴേക്കും ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഇരിക്കുന്നത്. അവർക്കൊന്നും അധികം ഇൻസ്റ്റഗ്രാം ഇല്ലാത്തതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ആ സെയിം വീഡിയോ തന്നെ ഇടുമ്പോൾ അത്ര നെഗറ്റീവ്സ് ഒന്നും എനിക്കങ്ങനെ വന്നിട്ടില്ല. ബട്ട് യൂട്യൂബിലിട്ടപ്പോഴത്തേക്കും ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്കൊരു ഹേർട്ട് ആവുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ ചെറിയ പെങ്കൊച്ചാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാരീഡ് ലൈഫ് നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടാൽ അതൊരു നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. എൻ്റെ കൂടെയുള്ള വൈബ് അടിക്കുന്നവർക്കും അത് പ്രത്യേകം അറിയാം. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എന്നെ. ഇപ്പം നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് തേടി വരുന്നവരുണ്ട്. ബിക്കോസ് നമ്മളുടെ ഒരു വൈബും നമ്മളൊരു സ്നേഹം കൊണ്ടാണ് അത് ആക്ച്വലി അങ്ങനെ വരുന്നത്. അപ്പം നല്ല നല്ല കമൻറ്റ്സ് ഇടുക, സജഷൻസ് പറയാം, അഭിപ്രായങ്ങൾ പറയാം, അതിനൊന്നൊരു പ്രശ്നമില്ല. പക്ഷെ നെഗറ്റീവ് ഇടുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ബാഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കുറച്ച് അടുത്തുനിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇങ്ങനെയാണ്. ഓ മൈ ഗോഡ്, എനിക്ക് വിശക്കണു. വയറ്റിൽ നിന്ന് DJ എനിക്ക് ഇവിടെ ഒരു മാർക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ UK വന്നപ്പം എനിക്ക് വന്ന മാർക്കാണ്. അത് പോകുന്നേ ഇല്ല എന്തൊക്കെ ചെയ്തിട്ടും. ആൻഡ് ദിസ് ഈസ് മൈ സ്കിൻ ഇപ്പോൾ.
വന്നപ്പോൾ ഭയങ്കര ഭയങ്കര വൃത്തികേടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ബെറ്റർ ആയതാണ് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തപ്പം. സോ യാ, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.